പാലക്കാട് തൊണ്ടി മുതൽ വിഴുങ്ങിയ കള്ളന്റെ വയറിളകുന്നതും നോക്കി രണ്ടാം ദിവസവും പോലീസിന്റെ കാത്തിരിപ്പ്. മാല വിഴുങ്ങിയ കള്ളനുമായി പോലീസ് ജില്ലാ ആശുപത്രിയിൽ തുടരുകയാണ്. ആലത്തൂർ മേലാർക്കോട് വേലയ്ക്കിടെയാണ് മധുര സ്വദേശി മുത്തപ്പൻ വേല കാണാനെത്തിയ കുട്ടിയുടെ മാല പൊട്ടിച്ച് വിഴുങ്ങിയത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ വാർത്ത കേൾക്കുമ്പോൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയുമാണ് അറിയാതെ ഓർമ്മ വരുന്നത്. അതിലെ അതേ സീനുകൾ ആവർത്തിക്കപ്പെടുകയാണല്ലേ ഇപ്പോൾ പാലക്കാട്? തീർച്ചയായും ലക്ഷ്മി, കാരണം ആ സിനിമയിലെ പ്രമേയം അതേപോലെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ജില്ലാ ആശുപത്രിയിലെ ഈ വാർഡിലാണുള്ളത്. വാർഡിൽ കാണാം ആ പ്രതി മുത്തപ്പൻ, അദ്ദേഹം മധുര സ്വദേശിയാണ്. കഴിഞ്ഞ 2 ദിവസമായി പോലീസ് ഇവിടെ ഈ ഈ കട്ടിലിൽ നിന്നിട്ട് കാവൽ നിൽക്കുകയാണ്. കാരണം പ്രതി ഓടിപ്പോകാൻ പാടില്ല, രണ്ടാമത് ഈ തൊണ്ടി മുതൽ കിട്ടുകയും വേണം. ഇപ്പോൾ നമ്മളോടൊപ്പം പോലീസുകാർ തന്നെ ചേരുന്നുണ്ട്. ഇത് ശരിക്കും എന്തായിരുന്നു ഈ കേസ് എന്ന് പിടിച്ചത്? ഇത് ഞായറാഴ്ച താഴെക്കോട്ടുകാവ് വേല നടക്കുന്നുണ്ടായിരുന്നു. ആ വേലയ്ക്കിടയിൽ ഒരു കുട്ടിയുടെ മാല മോഷ്ടിച്ച ഉടനെ അവൻ രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ അത് വിഴുങ്ങി. എന്നിട്ട് അത് പക്ഷേ നാട്ടുകാരെല്ലാവരും കൂടി പിടിച്ച് പോലീസിനെ അറിയിച്ചു. പോലീസ് അവിടെ നിന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ആദ്യം തന്നെ പ്രതി മോഷ്ടിച്ചില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്? അതെ, അവൻ എക്സ്റേ എടുക്കുന്നവരെ മോഷ്ടിച്ചില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. പക്ഷേ സീസാറിൻ്റെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോൾ മാലയോടുള്ളത്. ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. അതെ, ഏകദേശം അതുപോലെ തന്നെയാണ് സംഗതി എല്ലാം. നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്? അതെ. എത്ര ദിവസമായി ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ? ഇന്ന് ഞങ്ങൾ ഡ്യൂട്ടി ചേഞ്ച് വന്നാണ്. 3 ദിവസമായി ഇവിടെ പോലീസുകാരുണ്ട്. 3 ദിവസമായിട്ടുണ്ട്. അതെ. ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മൾ പഴം കൊടുക്കുന്നുണ്ട്. നമ്മളതിന് ബുദ്ധിമുട്ട് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഭക്ഷണം നിറയെ കൊടുക്കുന്നുണ്ട്. ആൾ കഴിക്കാനും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഭക്ഷണം കൊടുത്ത് കഴിക്കാനും വേണ്ട, പിന്നെ എന്താണ് പഴം കൊടുക്കണം, വെള്ളം കുടിക്കണം, എല്ലാം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ആൾക്ക്. വയറ് നിറയെ പഴം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും നമ്മളുടെ കാര്യം നടന്നിട്ടില്ല? ഇല്ല, നടന്നിട്ടില്ല. നമ്മൾ ഇന്നും വെയിറ്റിംഗ് ആണ്. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് വേറെ ഇപ്പോൾ എൻഡോസ്കോപ്പി അതുപോലെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇനി സ്വാഭാവികമായ രീതിയിൽ ഉള്ള മലവിസർജനം നടക്കുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത്രേ വഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി അതിനുശേഷം ഇനി പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറിൻ്റെ സജഷൻ അനുസരിച്ച് അടുത്ത പ്രോസസ്സ് ചെയ്യും. ഇപ്പം നിങ്ങളുടെയൊക്കെ സർവീസിനകത്ത് ഇപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ആ സിനിമയിൽ ഓരോ രംഗം ഓർമ്മ വരുന്നുണ്ടോ? തീർച്ചയായും എല്ലാതും ഓർമ്മയായിട്ട് വരുന്നുണ്ട്. സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞോ ഇങ്ങനെ? അതെ, എല്ലാവർക്കും അത്ഭുതമാണ് ഇത് റിയലായിട്ട് നടക്കുന്നുള്ള കാര്യം. അത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ്. ആളുകളൊക്കെ, വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാരൊക്കെ ഇത് കേട്ട് ചിരിക്കുക, ഇതല്ലാതെ വേറെ പണിയില്ല. എല്ലാവരും ഭയങ്കര ഇതിനെക്കുറിച്ച് സംസാരമുണ്ട് എല്ലായിടത്തും. ഈ പരാതിക്കാർ ദിവസം വിളിക്കുമോ? ഇത് കിട്ടിയോ വിളിക്കുന്നുണ്ടോ? ഇല്ല, അവരും ഇത് വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരും സ്റ്റേഷനിൽ വന്ന് അന്ന് അന്വേഷിച്ച് പോവും. അവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, തിരക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ കേസ് വേറെ വല്ല കേസ് തോന്നുന്നു? അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുള്ളൂ. അതെ. അതാണ് ലക്ഷ്മി. ഇവിടെ പ്രതി നിൽക്കുന്നു 2 പോലീസുകാർ. രണ്ടുപേരും ഡ്യൂട്ടി മാറി വന്ന ആളുകളാണ്. വയറ് നിറയെ പഴം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്വാഭാവികമായ മലവിസർജനത്തിലൂടെ തന്നെ ഈ മാല പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. ഈ വയറിളക്കം മരുന്ന് നൽകി വയറിളകാനുള്ള മരുന്ന് കൊടുക്കുന്ന ഒരു ആരോഗ്യസ്ഥിതി എല്ലാം ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ നൽകാൻ കഴിയുള്ളൂ. കാരണം അത് കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമോ എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. എന്തായാലും 2 ദിവസം കൂടി അത് കാത്തിരിക്കും. അങ്ങനെ ഒരു സ്വാഭാവികമായ രീതിയിൽ ഇത് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നത് നോക്കി നിൽക്കും. അതല്ലെങ്കിൽ മാത്രമേ മറ്റു മാർഗ്ഗങ്ങൾ തേടുള്ളൂ. എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ കഴിയൂ. എന്തായാലും ഇത് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ അപൂർവം കേസുകളിൽ ഒന്നായി മാറുമെന്നതാണ്. നമ്മളൊരു സിനിമ സാധാരണഗതിയിൽ റിയലായി നടന്ന ഒരു സംഭവത്തിൽ അതിൻ്റെ സിനിമ ആവിഷ്കാരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ആ പ്രമേയത്തിന് തുല്യമായ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതി ഓടിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാതിരിക്കാൻ വിലങ്ങ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണം കൊടുത്തു, മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. 2 പോലീസുകാർ അതിനെ 3 ദിവസമായി ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. ആലത്തൂർ CI ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണമെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും നമുക്കും കാത്തിരിക്കാം. ഈ പരാതിക്കാർ അവരുടെ മാല, 2.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ അരപ്പവനോളം വരുന്ന തൂക്കമുള്ള ഒരു മാലയാണ്. സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ നല്ല വിലയാണെന്ന് അറിയാലോ. അപ്പോൾ സ്വാഭാവികമായി അവർ കാത്തിരിക്കുന്നു. നമ്മളും ഈ പോലീസുകാരെ പോലെ തന്നെ ആളുകൾക്കും ആകാംക്ഷയുണ്ട് എപ്പോഴാണ് ഈ തൊണ്ടി മുതൽ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. തീർച്ചയായും പോലീസിന്റെ മാത്രം അവസ്ഥ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെയും അവസ്ഥ എന്താണ് എന്നാണ് പ്രസാദ് അവിടെ നിന്ന് വരുന്ന ബ്രേക്കിംഗ് വാർത്തകൾ, ടെക്സ്റ്റ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ചിരിക്കുകയായിരുന്നു. ഏതായാലും തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും ഉണ്ടായ കാര്യം അതേപടി ആവർത്തിക്കുകയാണ്. അതിലെ ഫഹദിൻ്റെ മുഖമൊക്കെ തന്നെ ഓർമ്മ വരികയാണ് ഇപ്പോൾ ആ മോഷ്ടാവിൻ്റെ മുഖവും കാണുമ്പോൾ.